ചന്ദ്രഗുപ്ത മൗര്യൻ എവിടെ വെച്ച് എപ്പോഴാണ് അന്തരിച്ചത്? കർണാടകയിലെ ശ്രാവണബലഗോളയിൽ BC 298 ൽ. ചന്ദ്രഗുപ്ത മൗര്യൻ BC 298 ൽ കർണാടകയിലെ ശ്രാവണബലഗോളയിൽ വെച്ച് സല്ലേഖന വ്രതം അനുഷ്ഠിച്ച് ജീവൻ വെടിഞ്ഞു എന്നാണ് ജൈന പാരമ്പര്യം പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തെയും ജൈനമതത്തോടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്തൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഏത് ക്ലാസിക്കൽ ചരിത്രകാരനാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ കവർച്ചക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത്? ജസ്റ്റിൻ. റോമൻ ചരിത്രകാരനായ ജസ്റ്റിൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ കവർച്ചക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ചന്ദ്രഗുപ്തന്റെ സൈനിക ശക്തിയെയും കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ അലക്സാണ്ടറുടെ പിൻഗാമികളുമായും സെല്യൂക്കസ് ഒന്നാമനുമായുള്ള ചന്ദ്രഗുപ്തന്റെ ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശുന്നു. ഈ പരാമർശം മൗര്യ സാമ്രാജ്യത്തിന്റെ ആരംഭഘട്ടത്തിലെ സൈനിക സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രധാനമാണ്. ചന്ദ്രഗുപ്ത മൗര്യനുശേഷം മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായത് ആര്? ഏതു വർഷം? ബിന്ദുസാരൻ BC 298 ൽ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പിൻഗാമിയായി ബിന്ദുസാരൻ BC 298 ൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ചന്ദ്രഗുപ്തൻ ജൈനമതം സ്വീകരിച്ച് അധികാരം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ബിന്ദുസാരൻ സിംഹാസനാരൂഢനായത്. പിതാവിന്റെ വിശാലമായ സാമ്രാജ്യം നിലനിർത്തുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. അത് പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ അശോകന്റെ കാലത്ത് കൂടുതൽ വികസിച്ചു. ചക്രവർത്തി ബിന്ദുസാരന്റെ മാതാവ് ആരായിരുന്നു? ദുർധര. ചക്രവർത്തി ബിന്ദുസാരന്റെ മാതാവ് ദുർധരയായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്നു അവർ. ഈ ബന്ധം മൗര്യ രാജവംശത്തിന്റെ പിന്തുടർച്ചയെയും കുടുംബ പശ്ചാത്തലത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മൗര്യ ചക്രവർത്തിയായ ബിന്ദുസാരൻ മറ്റേത് പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? അമിത്രഘാതൻ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ, സിംഹസേനൻ. ബിന്ദുസാരൻ അമിത്രഘാതൻ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നും സിംഹസേനൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഈ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയെയും രാഷ്ട്രീയ സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ ഐക്യവും വികാസവും നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഈ പേരുകളിലൂടെ വ്യക്തമാക്കുന്നു. സ്ട്രാബോയുടെ അഭിപ്രായത്തിൽ ഏത് സിറിയൻ രാജാവാണ് ഡെയ്മാക്കസിനെ ബിന്ദുസാരന്റെ കൊട്ടാരത്തിലേക്ക് അംബാസഡറായി അയച്ചത്? അന്തിയോക്കസ്. ഗ്രീക്ക് ചരിത്രകാരനായ സ്ട്രാബോയുടെ രേഖകൾ പ്രകാരം സിറിയൻ രാജാവായ അന്തിയോക്കസ് ഒന്നാമൻ ഡെയ്മാക്കസിനെ മൗര്യ ചക്രവർത്തി ബിന്ദുസാരന്റെ കൊട്ടാരത്തിലേക്ക് അംബാസഡറായി അയച്ചിരുന്നു. ഇത് മൗര്യ സാമ്രാജ്യവും ഹെല്ലനിസ്റ്റിക് ലോകവും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവാണ്. അക്കാലത്തെ അന്താരാഷ്ട്ര വ്യാപാരത്തെയും സാംസ്കാരിക കൈമാറ്റങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരം പരാമർശങ്ങളിലൂടെ ലഭിക്കുന്നു. പ്ലിനിയുടെ അഭിപ്രായത്തിൽ അശോകന്റെ ഭരണകാലത്ത് ഏത് ഈജിപ്ഷ്യൻ രാജാവാണ് ഡയോനിഷ്യസ് എന്ന അംബാസഡറെ മൗര്യൻ കൊട്ടാരത്തിലേക്ക് അയച്ചത്? ടോളമി രണ്ടാമൻ ഫിലാഡൽഫസ്. പ്ലിനിയുടെ വിവരണങ്ങൾ അനുസരിച്ച് അശോകന്റെ ഭരണകാലത്ത് ഈജിപ്തിലെ രാജാവായ ടോളമി രണ്ടാമൻ ഫിലാഡൽഫസ് ഡയോനിഷ്യസ് എന്ന അംബാസഡറെ മൗര്യൻ കൊട്ടാരത്തിലേക്ക് അയച്ചിരുന്നു. ഇത് മൗര്യ സാമ്രാജ്യവും പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഹെല്ലനിസ്റ്റിക് രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര സാംസ്കാരിക ബന്ധങ്ങളെ അടിവരയിടുന്നു. ബുദ്ധമത പ്രചാരണത്തിലും ഈ ബന്ധങ്ങൾ ഒരു പങ്ക് വഹിച്ചിരിക്കാം. തക്ഷശിലയിലെ കലാപം അടിച്ചമർത്താൻ ബിന്ദുസാരൻ ഏത് മൗര്യ രാജകുമാരനെയാണ് അയച്ചത്? അശോകനെ, പിന്നീട് സുസിമൻ. തക്ഷശിലയിലെ കലാപം അടിച്ചമർത്താനായി ബിന്ദുസാരൻ ആദ്യം അയച്ചത് രാജകുമാരൻ അശോകനെയായിരുന്നു. പിന്നീട് സുസിമനും അവിടേക്ക് നിയോഗിക്കപ്പെട്ടു. ഈ സംഭവം അശോകന്റെ ഭരണപരമായ കഴിവുകളും സൈനിക നേതൃത്വവും ചെറുപ്പത്തിൽ തന്നെ പ്രകടമാക്കി. ഇത് അദ്ദേഹത്തിന്റെ ഭാവിയിലെ ചക്രവർത്തി പദവിക്ക് ഒരു മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു. അദീനിയസിന്റെ അഭിപ്രായത്തിൽ സിറിയയിലെ ഭരണാധികാരിയായ അന്തിയോക്കസ് ഒന്നാമനോട് ബിന്ദുസാരൻ ആവശ്യപ്പെട്ട 3 സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? മധുരമുള്ള വീഞ്ഞ്, ഉണങ്ങിയ അത്തിപ്പഴം, ഒരു സോഫിസ്റ്റ്. അദീനിയസിന്റെ രേഖകൾ പ്രകാരം ബിന്ദുസാരൻ സിറിയയിലെ രാജാവായ അന്തിയോക്കസ് ഒന്നാമനോട് മധുരമുള്ള വീഞ്ഞ്, ഉണങ്ങിയ അത്തിപ്പഴം, ഒരു സോഫിസ്റ്റ്, ചിന്തകൻ, തത്വചിന്തകൻ എന്നിവ ആവശ്യപ്പെട്ടിരുന്നു.
ഇത് മൗര്യ ചക്രവർത്തിക്ക് ഹെല്ലനിസ്റ്റിക് സംസ്കാരത്തോടുള്ള താൽപര്യത്തെയും അക്കാലത്തെ ഇന്ത്യയും ഗ്രീക്ക് ലോകവും തമ്മിലുള്ള സാംസ്കാരികവും ബൗദ്ധികവുമായ കൈമാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. ഒരു സോഫിസ്റ്റിനെ നൽകാൻ അന്തിയോക്കസ് വിസമ്മതിച്ചത് ഗ്രീക്ക് നിയമപ്രകാരം തത്വചിന്തകരെ വിൽക്കാൻ പാടില്ലാത്തതുകൊണ്ടായിരുന്നു. ചക്രവർത്തി ബിന്ദുസാരന്റെ ഗുരു അഥവാ ആത്മീയ അധ്യാപകൻ ആരായിരുന്നു? ഗുരു പിംഗളവത്സ. ചക്രവർത്തി ബിന്ദുസാരന്റെ ഗുരു അഥവാ ആത്മീയ അധ്യാപകൻ ഗുരു പിംഗളവത്സ ആയിരുന്നു. ഈ വിവരങ്ങൾ മൗര്യ ചക്രവർത്തിമാർക്ക് ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തയിലും ഉണ്ടായിരുന്ന താൽപര്യങ്ങളെയും അവരുടെ ഭരണത്തിൽ ആത്മീയ ഉപദേശകർക്കുണ്ടായിരുന്ന സ്വാധീനത്തെയും വ്യക്തമാക്കുന്നു. രാജാക്കന്മാർക്ക് ആത്മീയ മാർഗനിർദ്ദേശം നൽകിയിരുന്ന ആചാര്യന്മാരുടെ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മഗധയുടെ സിംഹാസനത്തിൽ ബിന്ദുസാരനെ തുടർന്ന് അധികാരത്തിലെത്തിയത് ആരാണ്? അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പൗത്രനും ബിന്ദുസാരന്റെ പുത്രനുമായിരുന്നു അശോകൻ. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. അശോക ചക്രവർത്തിയുടെ കിരീടധാരണം ഏതു വർഷമായിരുന്നു? BCE 269. BCE 269-ൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അശോകൻ കിരീടധാരണം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി ഇത് അടയാളപ്പെടുത്തുന്നു. കിരീടധാരണത്തിനു മുമ്പ് അശോകൻ ഏത് രണ്ട് പ്രധാന പ്രദേശങ്ങളിലെ വൈസ്രോയിയായാണ് സേവനമനുഷ്ഠിച്ചത്? അവന്തി, ഉജ്ജയിനി, തക്ഷശില. കിരീടധാരണത്തിനു മുമ്പ് അശോകൻ അവന്തിയിലും ഉജ്ജയിനി, തക്ഷശിലയിലും വൈസ്രോയിയായി സേവനമനുഷ്ഠിച്ചു. ഇത് അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ വിലപ്പെട്ട അനുഭവം നൽകി. അശോക ചക്രവർത്തിയുടെ അമ്മ ആരായിരുന്നു? സുഭദ്രാംഗി. സുഭദ്രാംഗി എന്ന ദേവീധർമ്മയായിരുന്നു അശോകന്റെ അമ്മ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഭരണത്തിലും അമ്മയുടെ സ്വാധീനം ചെറുതായിരുന്നില്ല. പുരാണങ്ങളിൽ അശോക ചക്രവർത്തിയെ ഏതു പേരിലാണ് പരാമർശിക്കുന്നത്? അശോകവർദ്ധനൻ. പുരാണങ്ങളിൽ അശോക ചക്രവർത്തിയെ അശോകവർദ്ധനൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അശോക ചക്രവർത്തിയെ അശോകൻ എന്ന സ്വന്തം പേരിൽ വ്യക്തമായി പരാമർശിക്കുന്ന ലിഖിതങ്ങൾ ഏതെല്ലാം? മാസ്കി, ഗുജ്രി, നെട്ടൂർ, ഉദഗോളം. മാസ്കി, ഗുജ്രി, നെട്ടൂർ, ഉദഗോളം എന്നീ ലിഖിതങ്ങളിലാണ് അശോകൻ എന്ന പേര് വ്യക്തമായി കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് ലിഖിതങ്ങളിൽ പൊതുവെ സ്ഥാനപ്പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അശോകന്റെ ലിഖിതങ്ങളിൽ അദ്ദേഹത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന രാജകീയ സ്ഥാനപ്പേരുകൾ ഏതെല്ലാം? ദേവനാംബിയ, ദേവനാംബിയദാസി. ദേവനാംബിയ, ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ, ദേവനാംബിയദാസി, ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനും ദർശനം നൽകുന്നവനും എന്നിവയാണ് അശോകൻ തന്റെ ലിഖിതങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന സ്ഥാനപ്പേരുകൾ. അദ്ദേഹത്തിന്റെ ധാർമ്മികവും മതപരവുമായ കാഴ്ചപ്പാടുകളെ ഇത് സൂചിപ്പിക്കുന്നു. അശോകൻ ഏതു വർഷമാണ് കിരീടധാരണത്തിനുശേഷം എത്ര വർഷം കഴിഞ്ഞാണ് കലിംഗയെ ആക്രമിച്ചത്? BCE 261-ൽ കിരീടധാരണത്തിനു ശേഷം 8-ാം വർഷം. BCE 261-ൽ കിരീടധാരണത്തിന് 8-ാം വർഷം അശോകൻ കലിംഗയെ ആക്രമിച്ചു. ഈ യുദ്ധത്തിലെ ഭീകരതയാണ് അദ്ദേഹത്തെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. അശോകനെ ബുദ്ധമതത്തിലേക്ക് ദീക്ഷ നൽകിയത് ആരാണ്? ഉപഗുപ്തൻ. പ്രമുഖ ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനാണ് അശോകനെ ബുദ്ധമതത്തിലേക്ക് ദീക്ഷ നൽകിയത്. കലിംഗ യുദ്ധത്തിന് ശേഷമുണ്ടായ മാനസിക മാറ്റത്തിൽ ഉപഗുപ്തന്റെ ഉപദേശങ്ങൾ നിർണായകമായിരുന്നു. അശോകൻ ആജീവക വിഭാഗത്തിനായി ബാരാബാർ കുന്നുകളിൽ നിർമ്മിച്ച 4 ഗുഹകൾ ഏതെല്ലാം? ലോമസ് ഋഷി, സുധാമ, കരണ് ചൌപാർ, വിശ്വജോപ്രി. ബാരാബാർ കുന്നുകളിലെ ലോമസ് ഋഷി, സുധാമ, കരണ് ചൌപാർ, വിശ്വജോപ്രി എന്നീ ഗുഹകൾ അശോക ചക്രവർത്തി ആജീവക വിഭാഗത്തിനായി നിർമ്മിച്ചതാണ്. ബുദ്ധമതം സ്വീകരിച്ചിട്ടും മറ്റു മതങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സഹിഷ്ണുത ഇതിൽ നിന്ന് വ്യക്തമാണ്. മൗര്യകാലഘട്ടവുമായി ബന്ധപ്പെട്ട അജീവിക വിഭാഗത്തിന് സംഭാവനയായി നൽകിയ ബരാബർ ഗുഹകൾ കൂടാതെ മറ്റ് ഏതൊക്കെ ഗുഹകളാണുള്ളത്? നാഗാർജുനി ഗുഹകൾ. മൗര്യചക്രവർത്തിയായ അശോകനും അദ്ദേഹത്തിന്റെ ചെറുമകൻ ദശരഥനും അജീവിക വിഭാഗത്തിലെ സന്യാസിമാർക്കായി ബരാബർ, നാഗാർജുനി ഗുഹകൾ നിർമ്മിച്ചു നൽകി. ഈ ഗുഹകൾ പുരാതന ഇന്ത്യൻ പാറക്കെട്ടുകൾ തുരന്നുണ്ടാക്കിയ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണ്.
ഈ ഗുഹകൾ ബീഹാറിലെ ഗയ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി അശോകൻ സുവർണഭൂമിയിലേക്ക് ആധുനിക മ്യാൻമർ, ബർമ്മ അയച്ച മിഷനറിമാർ ആരെല്ലാം? സോണയും ഉത്തരയും. ബുദ്ധമതത്തിന്റെ വ്യാപനത്തിനായി അശോകൻ വിവിധ രാജ്യങ്ങളിലേക്ക് മിഷനറിമാരെ അയച്ചിരുന്നു. സോണയും ഉത്തരയും സുവർണഭൂമിയിലേക്ക് അയച്ചവരിൽ പ്രധാനികളാണ്. ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ബുദ്ധമതം പ്രചരിക്കുന്നതിന് വലിയ സംഭാവന നൽകി. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി അശോകൻ ശ്രീലങ്കയിലേക്ക് അയച്ച മക്കളാരെല്ലാം? മഹേന്ദ്രനും സംഘമിത്രയും. അശോക ചക്രവർത്തി തന്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രയെയും ബുദ്ധമതം പ്രചരിപ്പിക്കാനായി ശ്രീലങ്കയിലേക്ക് അയച്ചു. ഇത് ശ്രീലങ്കയിൽ ബുദ്ധമതം സ്ഥാപിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചു. ഇവർ ബുദ്ധന്റെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ച ബോധിവൃക്ഷത്തിന്റെ ഒരു ശിഖരം ശ്രീലങ്കയിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചതായും പറയപ്പെടുന്നു. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി അശോകൻ കാശ്മീരിലേക്കും ഗാന്ധാരയിലേക്കും അയച്ച മിഷനറി ആരായിരുന്നു? മഹിശാന്തിക, മഹ്യന്തിക എന്നും അറിയപ്പെടുന്നു. അശോകന്റെ ഭരണകാലത്ത് ബുദ്ധമതം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സമീപ രാജ്യങ്ങളിലും വ്യാപിച്ചു. മഹിശാന്തിക കാശ്മീരിലും ഗാന്ധാരയിലും ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അശോകൻ തന്റെ മിഷനറിമാരിലൂടെ ബുദ്ധമത തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി അശോകൻ യോണയിലേക്ക് ഗ്രീക്ക് പ്രദേശങ്ങൾ അയച്ച മിഷനറി ആരായിരുന്നു? മഹാരക്ഷിതൻ. അശോകന്റെ മതപ്രചാരണ ശ്രമങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനപ്പുറം ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായ യോണ അല്ലെങ്കിൽ യവന പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. മഹാരക്ഷിതനാണ് ഈ പ്രദേശങ്ങളിൽ ബുദ്ധമത സന്ദേശം എത്തിക്കാൻ നിയോഗിക്കപ്പെട്ടത്. അശോകന്റെ ധമ്മനയത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. അശോകന്റെ ശിലാശാസനങ്ങൾ പ്രധാനമായും ഏത് 4 ലിപികളിലാണ് കാണപ്പെടുന്നത്? ബ്രാഹ്മി, കരോഷ്ടി, ഗ്രീക്ക്, അരാമിക്. അശോകന്റെ ശിലാശാസനങ്ങൾ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്നു. ബ്രാഹ്മി ലിപിയാണ് മിക്ക ശാസനങ്ങളിലും ഉപയോഗിച്ചിരുന്നത്. വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കരോഷ്ടിയും ഗ്രീക്ക്, അരാമിക് ലിപികൾ യവന സ്വാധീനമുള്ള പ്രദേശങ്ങളിലും ഉപയോഗിച്ചു. ഇത് അശോകന്റെ സാമ്രാജ്യത്തിന്റെ വിശാലതയും സാംസ്കാരിക വൈവിധ്യവും എടുത്തുകാണിക്കുന്നു. അശോകന്റെ ശിലാശാസനങ്ങളെ പ്രധാനമായും എത്ര വിഭാഗങ്ങളായി തിരിക്കാം? ശിലാശാസനങ്ങൾ, സ്തംശാസനങ്ങൾ, ഗുഹാശാസനങ്ങൾ. അശോകന്റെ ധമ്മതത്വങ്ങളും ഭരണനിർദ്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ ശാസനങ്ങൾ ഉപയോഗിച്ചു. ശിലാശാസനങ്ങൾ വലിയ പാറകളിലും, സ്തംശാസനങ്ങൾ പ്രത്യേക തൂണുകളിലും, ഗുഹാശാസനങ്ങൾ ഗുഹകളുടെ ഭിത്തികളിലും കൊത്തിവച്ചിരുന്നു. പുരാതന ഭാരതത്തിലെ ലിഖിത രൂപങ്ങളുടെ പ്രധാന ഉദാഹരണങ്ങളാണിവ. അശോകന്റെ ശിലാശാസനങ്ങളിലെ ബ്രാഹ്മി ലിപി വിജയകരമായി വായിച്ചെടുത്തത് ആരാണ്? ഏതു വർഷമാണ്? ജെയിംസ് പ്രിൻസെപ്പ് 1837-ൽ. ജെയിംസ് പ്രിൻസെപ്പ് ഒരു ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും പണ്ഡിതനുമായിരുന്നു. 1837-ൽ അദ്ദേഹം ബ്രാഹ്മി ലിപി വായിച്ചെടുത്തത് ഇന്ത്യൻ ചരിത്ര പഠനത്തിൽ ഒരു വഴിത്തിരിവായി. അശോകന്റെ കാലഘട്ടത്തെക്കുറിച്ചും മൗര്യസാമ്രാജ്യത്തെക്കുറിച്ചുമുള്ള അറിവുകൾ ഈ കണ്ടെത്തലിലൂടെ വർദ്ധിച്ചു. ഏകദേശം 1750 AD-ൽ അശോകന്റെ ശാസനം, ഡൽഹി മീററ്റ് സ്തംഭത്തിന്റെ ഭാഗങ്ങൾ ആദ്യമായി കണ്ടെത്തിയതായി ആരെയാണ് കണക്കാക്കുന്നത്? പാദ്രെ ടൈഫെൻദാലർ. പാദ്രെ ടൈഫെൻദാലർ ഒരു ജെസ്യൂട്ട് മിഷനറിയും സഞ്ചാരിയുമായിരുന്നു. അദ്ദേഹം 1750-ൽ അശോകൻ ശാസനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇത് പിന്നീട് അശോകന്റെ ശിലാശാസനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് തുടക്കമിട്ടു. ഈ കണ്ടെത്തൽ ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരധ്യായത്തിന് തുടക്കം കുറിച്ചു. അശോകന്റെ ഒന്നാമത്തെ പ്രധാന ശിലാശാസനത്തിലെ പ്രധാന വിഷയം എന്താണ്? മൃഗബലിയുടെ നിരോധനം. അശോകന്റെ ധമ്മനയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരുന്നു അഹിംസ. ഒന്നാമത്തെ പ്രധാന ശിലാശാസനത്തിൽ അശോകൻ മൃഗബലിയെ ശക്തമായി അപലപിക്കുകയും ചില ആഘോഷങ്ങളിൽ നടക്കുന്ന മൃഗക്കൊലകൾ നിർത്തലാക്കുകയും ചെയ്തു. ഇത് ധാർമ്മികവും സദാചാരപരവുമായ ഒരു ഭരണത്തിന് അദ്ദേഹം നൽകിയ ഊന്നൽ വ്യക്തമാക്കുന്നു. അശോകന്റെ ഒന്നാം പ്രത്യേക ശിലാശാസനത്തിൽ ദാവിയിലും ജൗഗഡയിലും കാണപ്പെടുന്നു. എന്ത് പ്രധാന പ്രഖ്യാപനമാണ് നടത്തിയത്? എല്ലാ മനുഷ്യരും എന്റെ മക്കളാണ്. അശോകന്റെ ദയയും ഭരണനിലപാടും ഈ ശാസനം വ്യക്തമാക്കുന്നു. പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ കാണുന്നു എന്ന് ഇതിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണതന്ത്രത്തിലെ പ്രധാന ആശയങ്ങളിൽ ഒന്നായിരുന്നു. അശോകന്റെ രണ്ടാം പ്രധാന ശിലാശാസനത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്?
മനുഷ്യർക്കും മൃഗങ്ങൾക്കും വൈദ്യസഹായം നൽകുന്നത്, കൂടാതെ ചോളർ, പാണ്ഡ്യർ, സത്യപുത്രർ, കേരളപുത്രർ തുടങ്ങിയ സ്വതന്ത്ര ദക്ഷിണ രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും. ഈ ശാസനം അശോകന്റെ ദയയും ജനക്ഷേമത്തിലുള്ള ശ്രദ്ധയും എടുത്തു കാണിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജ്യങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നത് ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അശോകന്റെ മൂന്നാം പ്രധാന ശിലാശാസനത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച എന്ത് ഭരണപരമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? യുക്തരും രാജുകരും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും 5 വർഷം കൂടുമ്പോൾ പര്യടനം നടത്താൻ നിർബന്ധിതരാണ്. ഈ ശാസനം അശോകന്റെ കാര്യക്ഷമമായ ഭരണസംവിധാനത്തെയും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തെയും സൂചിപ്പിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും പരിഹരിക്കാനുമുള്ള ഒരു സംവിധാനം ഇതിലൂടെ അദ്ദേഹം ഒരുക്കി. അശോകന്റെ 4ാം പ്രധാന ശിലാശാസനം ഏത് ആശയത്തിനാണ് ഊന്നൽ നൽകുന്നത്? ഭേരിഘോഷയ്ക്ക് യുദ്ധഭേരിയുടെ ശബ്ദം പകരം ധമ്മഘോഷം, ധമ്മത്തിന്റെ ശബ്ദം. ഈ ശാസനം അശോകന്റെ യുദ്ധത്തിൽ നിന്നുള്ള മാനസാന്തരത്തെയും ധമ്മപ്രചാരണത്തിലുള്ള പ്രതിബദ്ധതയെയും എടുത്തു കാണിക്കുന്നു. സമാധാനവും ധാർമ്മികതയും അടിസ്ഥാനമാക്കിയുള്ള ഭരണരീതിയാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അശോകന്റെ 5ാം പ്രധാന ശിലാശാസനത്തിൽ എന്ത് പ്രധാനപ്പെട്ട ഭരണപരമായ നിയമനമാണ് പ്രഖ്യാപിക്കുന്നത്? കിരീടധാരണത്തിന്റെ 14ാം വർഷത്തിൽ ധർമ്മമഹാമാത്രന്മാരെ നിയമിക്കുന്നത്. ധർമ്മമഹാമാത്രന്മാർ ധമ്മം പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. അശോകന്റെ ധമ്മ പ്രചാരണ നയത്തിലെ ഒരു നിർണായക പടിയായിരുന്നു ഈ നിയമനം. അശോകന്റെ 6ാം പ്രധാന ശിലാശാസനം അദ്ദേഹത്തിന്റെ ഭരണതത്വശാസ്ത്രത്തെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നു? തന്റെ പ്രജകളുടെ അവസ്ഥയെക്കുറിച്ച് നിരന്തരം അറിഞ്ഞിരിക്കാനുള്ള രാജാവിന്റെ ആഗ്രഹവും ജനക്ഷേമ നടപടികളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും. അശോകന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഭരണത്തിലെ സുതാര്യതയും ഈ ശാസനം വ്യക്തമാക്കുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങളെ നേരിട്ട് കേൾക്കാനുള്ള അദ്ദേഹത്തിന്റെ താൽപര്യവും ഇതിലൂടെ പ്രകടമാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ എത്ര ശതമാനം കൃഷിഭൂമി, പുൽമേടുകൾ, വനമേഖല എന്നിവ ഉൾക്കൊള്ളുന്നു? ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ ഏകദേശം 45.64% കൃഷിഭൂമിയാണ്. 2019 മുതൽ 20 വരെ പുൽമേടുകൾ 3.42%, 2019 മുതൽ 20 വരെ വനമേഖല 21.71%, ISFR 2021 ആണ്. ഇന്ത്യയുടെ ഭൂവിനിയോഗ രീതി രാജ്യത്തിന്റെ കാർഷിക, പാരിസ്ഥിതിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. കൃഷിഭൂമിയുടെയും വനമേഖലയുടെയും ശതമാനം രാജ്യത്തിന്റെ വിഭവ മാനേജ്മെന്റിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. ISFR, ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്, വനമേഖലയുടെ കണക്കുകൾ നൽകുന്ന പ്രധാന ഉറവിടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല 1960 നവംബർ 17 ഉത്തരാഖണ്ഡിലെ, മുൻപ് ഉത്തർപ്രദേശ്, പന്ത്നഗറിൽ സ്ഥാപിച്ചു. ഗോവിന്ദ് ബല്ലഭ് പന്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഒരു നാഴികക്കല്ലായിരുന്നു. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സർവകലാശാല വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കാർഷിക കാലാവസ്ഥാപരവും കാർഷിക പാരിസ്ഥിതികവുമായ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയെ 15 കാർഷിക കാലാവസ്ഥാ മേഖലകളായി വിഭജിച്ചു. അതേസമയം നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ 20 കാർഷിക പാരിസ്ഥിതിക മേഖലകളായും 60 കാർഷിക പാരിസ്ഥിതിക ഉപമേഖലകളായും വിഭജിച്ചു. ഈ വിഭജനം കാർഷിക ആസൂത്രണത്തിനും വികസനത്തിനും സഹായകമാണ്. ഓരോ മേഖലയിലെയും മണ്ണിന്റെ ഘടന, താപനില, മഴയുടെ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് അനുയോജ്യമായ വിളകളും കാർഷിക രീതികളും തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കുന്നു. റാബി, ഖാരിഫ്, സെയ്ദ് വിളകളുടെ സാധാരണ വിതയ്ക്കൽ, വിളവെടുപ്പ് കാലഘട്ടങ്ങൾ ഏതാണ്? ഓരോന്നിനും ചില ഉദാഹരണങ്ങൾ നൽകുക. റാബി വിളകൾ ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ വിതയ്ക്കുകയും മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണം ഗോതമ്പ്, കടല, കടുക്. ഖാരിഫ് വിളകൾ ജൂൺ-ജൂലൈ മാസങ്ങളിൽ വിതയ്ക്കുകയും ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണം നെല്ല്, കരിമ്പ്, ചോളം. സെയ്ദ് വിളകൾ റാബി, ഖാരിഫ് സീസണുകൾക്കിടയിൽ കൃഷി ചെയ്യുന്നു. മാർച്ചിൽ വിതച്ച് ജൂണിൽ വിളവെടുക്കുന്നു. ഉദാഹരണം തണ്ണിമത്തൻ, വെള്ളരി. ഇന്ത്യൻ കാർഷിക മേഖലയിൽ വിവിധ വിളകൾക്ക് അനുയോജ്യമായ വ്യത്യസ്ത കാലഘട്ടങ്ങളുണ്ട്.
മഴയെ ആശ്രയിച്ചുള്ള ഖാരിഫ് വിളകളും ശൈത്യകാലത്ത് വളർത്തുന്ന റാബി വിളകളും വേനൽക്കാലത്ത് ചെറിയ കാലയളവിൽ വളർത്തുന്ന സെയ്ദ് വിളകളും ഈ വിളവെടുപ്പ് രീതിയുടെ അടിസ്ഥാനമാണ്. ഇന്ത്യയിൽ സാധാരണയായി കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ കോഴ്സ് സീരിയൽസ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങളിൽ ചോളം, ജോവർ, ചോളം, ഓട്സ്, ബാർലി, ബജ്ര, മുത്തത്തിന, റാഗി, പഞ്ഞപ്പുല്ല്, കോഡോ മില്ലറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ചെറുധാന്യങ്ങൾ പോഷകസമൃദ്ധവും വരണ്ട പ്രദേശങ്ങളിലും കുറഞ്ഞ ജലസേചനത്തിലും വളർത്താൻ കഴിയുന്ന വിളകളാണ്. ഇവ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് കൂടുതൽ വരുമാനം നേടുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഗോതമ്പ്, നെല്ല് ഉത്പാദനത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്കിംഗ് എന്താണ്? സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ പ്രകാരം അവയുടെ ഉത്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ചൈനയ്ക്ക് ശേഷം ഗോതമ്പ്, നെല്ല് ഉത്പാദനത്തിൽ ലോകത്ത് ഇന്ത്യയ്ക്ക് 2ാം സ്ഥാനമുണ്ട്. ഫാഒ 2022 സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ പ്രകാരം ഇന്ത്യയിൽ ഗോതമ്പ് ഉത്പാദനത്തിൽ ഉത്തർപ്രദേശും നെല്ല് ഉത്പാദനത്തിൽ തെലങ്കാനയും 1ാം സ്ഥാനത്താണ്. ലോകത്തിലെ പ്രധാന ഭക്ഷ്യധാന്യ ഉത്പാദക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഗോതമ്പ്, നെല്ല് എന്നിവ രാജ്യത്തെ പ്രധാന ഭക്ഷ്യവിളകളാണ്. ഇവയുടെ ഉത്പാദനത്തിലെ ആഗോള, ദേശീയ നിലവാരം ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രധാനമാണ്. എന്താണ് അഗ്രിമാർക്ക്? AGMARK അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗ്രേഡിംഗിനും സ്റ്റാൻഡേർഡൈസേഷനുമായി കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അഗ്രിമാർക്ക്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നതാണ് അഗ്രിമാർക്കിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ഉപഭോക്താക്കൾക്ക് വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിശ്ചിത നിലവാരം നിലനിർത്താനും ഇത് ഉപകരിക്കുന്നു. എന്താണ് മിശ്രകൃഷി? മിക്സ്ഡ് ഫാമിംഗ്. മിശ്രകൃഷി എന്നത് വിളകൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം കന്നുകാലികളെ വളർത്തുന്ന രീതിയാണ്. മിശ്രകൃഷി കാർഷിക വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക അപകടസാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികൾക്ക് തീറ്റയായി ഉപയോഗിക്കാനും കന്നുകാലികളുടെ ചാണകം വളമായി ഉപയോഗിക്കാനും കഴിയുന്നത് ഈ രീതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആഗോളതലത്തിലും ഇന്ത്യയിലും ഇതിന്റെ പിതാക്കന്മാരായി കണക്കാക്കപ്പെടുന്നത് ആരെല്ലാം? ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം എസ് ഗോഡ് ആണ്. 1968-ൽ ആഗോളതലത്തിൽ ഹരിതവിപ്ലവത്തിന്റെ പിതാവായി നോർമൻ ബോർലോഗ് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇതിന്റെ പ്രയോക്താവ്. ഹരിതവിപ്ലവം ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കാർഷിക തന്ത്രമായിരുന്നു. വില്യം എസ് ഗോഡ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചു. നോർമൻ ബോർലോഗ് ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ വികസിപ്പിച്ച് ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയിൽ ഡോക്ടർ MS സ്വാമിനാഥൻ ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകി. ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസ്വയംപര്യാപ്തതയ്ക്ക് സഹായിച്ചു. ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതു വിളകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്? ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ ആദ്യഘട്ടം 1966 മുതൽ 1981 വരെയായിരുന്നു. രണ്ടാംഘട്ടം 1981 മുതൽ 1995 വരെയും മൂന്നാംഘട്ടം 1995-ൽ ആരംഭിക്കുകയും ചെയ്തു. ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്, തുടർന്ന് നെല്ലിനും. ഇന്ത്യയിലെ ഹരിതവിപ്ലവം പ്രധാനമായും 3 ഘട്ടങ്ങളിലായി നടന്നു. 1966-ൽ ആരംഭിച്ച ഈ വിപ്ലവം ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങളുടെയും ആധുനിക കാർഷിക രീതികളുടെയും സഹായത്തോടെ ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത് ഇന്ത്യയെ ഭക്ഷ്യസ്വയംപര്യാപ്തതയിലേക്ക് നയിച്ചു. എന്നാൽ പിന്നീട് പ്രാദേശിക അസന്തുലിതാവസ്ഥയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചർച്ചയായി. എണ്ണക്കുരു സാങ്കേതികവിദ്യാ മിഷൻ ഓൺ ഓയിൽ സീഡ്സ് ടെക്നോളജി എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? പിന്നീട് അത് എന്തായി രൂപാന്തരപ്പെട്ടു? എണ്ണക്കുരു സാങ്കേതികവിദ്യാ മിഷൻ 1986-ൽ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 2014-ൽ ഇത് ദേശീയ എണ്ണക്കുരു പാം ഓയിൽ മിഷനായി നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സ് ആൻഡ് പാം ഓയിൽ NMOOP പരിവർത്തനം ചെയ്യപ്പെട്ടു. രാജ്യത്ത് എണ്ണക്കുരുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനുമായി 1986-ൽ എണ്ണക്കുരു സാങ്കേതികവിദ്യാ മിഷൻ ആരംഭിച്ചു. പിന്നീട് 2014-ൽ ഈ മിഷൻ ദേശീയ എണ്ണക്കുരു പാം ഓയിൽ മിഷൻ NMOOP ആയി പുനഃസംഘടിപ്പിച്ചു. ഈ മിഷൻ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രധാനമാണ്.
മാമ്പഴം, വാഴപ്പഴം, ഇഞ്ചി, പപ്പായ തുടങ്ങിയ പഴങ്ങളുടെ ഉത്പാദനത്തിലും മൊത്തത്തിൽ പഴം പച്ചക്കറി ഉത്പാദനത്തിലും ഇന്ത്യയുടെ ആഗോള റാങ്കിംഗ് എത്രയാണ്? മാമ്പഴം, വാഴപ്പഴം, ഇഞ്ചി, പപ്പായ എന്നിവയുടെ ഉത്പാദനത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്താണ്. ഫാഒ 2022. ചൈനയ്ക്ക് ശേഷം പഴം പച്ചക്കറി ഉത്പാദനത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യവും ഇന്ത്യയാണ്. ഫാഒ 2022. ഇന്ത്യ കാർഷിക ഉത്പാദനത്തിൽ ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിലൊന്നാണ്. മാമ്പഴം, വാഴപ്പഴം, ഇഞ്ചി, പപ്പായ തുടങ്ങിയ പ്രധാന വിളകളുടെ ഉത്പാദനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. മൊത്തത്തിൽ പഴം പച്ചക്കറി ഉത്പാദനത്തിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? മഹാരാഷ്ട്രയിൽ ഏതു വിളയാണ് വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശമാണ് ഇന്ത്യയുടെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ പരുത്തിയെയാണ് വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നത്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശം ഫലഭൂയിഷ്ഠമായ മണ്ണും സമൃദ്ധമായ ജലസേചന സൗകര്യങ്ങളുമുള്ളതിനാൽ നെല്ല് ഉത്പാദനത്തിന് പേരുകേട്ടതാണ്. അതിനാൽ ഇത് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ പരുത്തി ഒരു പ്രധാന നാണ്യവിളയാണ്. അതിന്റെ സാമ്പത്തിക പ്രാധാന്യം കാരണം ഇതിനെ വെളുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നു. വിളപരിക്രമണം, ക്രോപ്പ് റൊട്ടേഷൻ എന്നാൽ എന്താണ്? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിളപരിക്രമണം എന്നത് ഒരേ സ്ഥലത്ത് തുടർച്ചയായി വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മണ്ണിലെ പോഷകങ്ങളെ മികച്ച രീതിയിൽ ഉപയോഗിക്കാനും കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. വിളപരിക്രമണം ഒരു സുസ്ഥിര കാർഷിക രീതിയാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും ഒരു പ്രത്യേക വിളയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ മാത്രം ഇല്ലാതാകുന്നത് തടയാനും സഹായിക്കുന്നു. കൂടാതെ ഇത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും വ്യാപനം കുറയ്ക്കുകയും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സുവർണനാര്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഏത് സംസ്ഥാനമാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം, ഷുഗർ ബോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ചണമാണ് സുവർണനാര് എന്നറിയപ്പെടുന്നത്. ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്. ചണം അതിന്റെ തിളക്കമുള്ള സുവർണ നിറവും വാണിജ്യ പ്രാധാന്യവും കാരണം സുവർണനാര് എന്നറിയപ്പെടുന്നു. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരിമ്പ് ഉത്പാദക സംസ്ഥാനമാണ്. അതിനാൽ ഇത് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എ ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, എ ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എ ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം.എസ്. രന്ധാവ ആണ്. എം.എസ്. രന്ധാവ ഒരു പ്രശസ്ത ഇന്ത്യൻ സസ്യശാസ്ത്രജ്ഞനും ഭരണകർത്താവും എഴുത്തുകാരനുമായിരുന്നു. ഇന്ത്യൻ കാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള പഠനങ്ങൾ എ ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കാർഷിക പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന റഫറൻസ് ഗ്രന്ഥമാണ്. ഇന്ത്യയിലെ പ്രധാന എണ്ണക്കുരു വിളകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പ്രധാന എണ്ണക്കുരു വിളകളിൽ റാപ്സീഡ്, കടുക്, എള്ള്, ലിൻസീഡ് അല്ലെങ്കിൽ ഫ്ളക്സ് സീഡ്, സോയാബീൻ, സൂര്യകാന്തി, ആവണക്ക്, പരുത്തിക്കുരു എന്നിവ ഉൾപ്പെടുന്നു. എണ്ണക്കുരു വിളകൾ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യ എണ്ണകളുടെ ഉത്പാദനത്തിന് പുറമെ ഇവയുടെ അവശിഷ്ടങ്ങൾ കാലിത്തീറ്റയായും വളമായും ഉപയോഗിക്കുന്നു. ഈ വിളകൾ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും അത്യന്താപേക്ഷിതമാണ്. വരണ്ട ഭൂമിയിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വിള ഏതാണ്? കൂടാതെ അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരിക്കുന്ന പയർവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? വരണ്ട ഭൂമിയിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വിള നിലക്കടലയാണ്. കടല, പയർ, ചെറുപയർ തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരിക്കുന്നു. എന്നാൽ രാജ്മ ചെടി അങ്ങനെ ചെയ്യുന്നില്ല. വരണ്ട ഭൂമിയിലെ കൃഷിക്ക് കുറഞ്ഞ ജലം ആവശ്യമുള്ള നിലക്കടല, കപ്പലണ്ടി പോലുള്ള വിളകൾ വളരെ അനുയോജ്യമാണ്. പയർവർഗ്ഗങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അവയുടെ വേരുകളിലെ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിൽ ഉറപ്പിക്കുന്നു. എന്നാൽ രാജ്മ, ഫ്രഞ്ച് ബീൻ പോലുള്ള ചില പയർവർഗ്ഗങ്ങൾക്ക് ഈ കഴിവില്ല എന്നത് ശ്രദ്ധേയമാണ്. താഴെ പറയുന്ന കാർഷിക വിപ്ലവങ്ങളെ അവയുമായി ബന്ധപ്പെട്ട മേഖലകളുമായി ബന്ധിപ്പിക്കുക. ഹരിത വിപ്ലവം, ഭക്ഷ്യധാന്യ ഉൽപ്പാദനം. സുവർണ വിപ്ലവം, പഴം, പച്ചക്കറി ഉൽപ്പാദനം. ധവള വിപ്ലവം, പാൽ ഉൽപ്പാദനം. ഗ്രേ വിപ്ലവം, വളം ഉൽപ്പാദനം. നീല വിപ്ലവം, മത്സ്യബന്ധന ഉൽപ്പാദനം.
ചുവപ്പ് വിപ്ലവം തക്കാളി, മാംസം ഉൽപ്പാദനം. കറുപ്പ് വിപ്ലവം പെട്രോളിയം ഉൽപ്പാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപ്പാദനം. പിങ്ക് വിപ്ലവം ലോബ്സ്റ്റർ, മാംസ കയറ്റുമതി, ഉള്ളി ഉൽപ്പാദനം. അമൃത് വിപ്ലവം നദീബന്ധന പദ്ധതി. സിൽവർ വിപ്ലവം മുട്ട ഉൽപ്പാദനം. ബദാം വിപ്ലവം സുഗന്ധവ്യഞ്ജന ഉൽപ്പാദനം. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനം. ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ വിപ്ലവങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ വിപ്ലവവും പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ഉദാഹരണത്തിന് ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകി. ഇത് ഭക്ഷ്യ സ്വയംപര്യാപ്തത കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. താഴെ പറയുന്ന കാർഷിക രീതികൾ നിർവചിക്കുക: ഹൈഡ്രോപോണിക്സ്, പോമോളജി, ഒലറികൾച്ചർ, ഹോർട്ടികൾച്ചർ, വിറ്റികൾച്ചർ, പിസികൾച്ചർ, സെറികൾച്ചർ, എപ്പികൾച്ചർ, ഫ്ലോറികൾച്ചർ, വെർമികൾച്ചർ. ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെ വെള്ളത്തിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതി. പോമോളജി പഴം ഉൽപ്പാദനം. ഒലറികൾച്ചർ പച്ചക്കറി ഉൽപ്പാദനം. ഹോർട്ടികൾച്ചർ പൂന്തോട്ട നിർമ്മാണം. വിറ്റികൾച്ചർ മുന്തിരി കൃഷി. പിസികൾച്ചർ മത്സ്യകൃഷി. സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ഫ്ലോറികൾച്ചർ പുഷ്പ ഉൽപ്പാദനം. വെർമികൾച്ചർ മണ്ണിര ഉൽപ്പാദനം. കാർഷിക മേഖലയിലെ വിവിധ ശാസ്ത്രീയ പഠനങ്ങളെയും കൃഷിരീതികളെയും സൂചിപ്പിക്കുന്ന പദങ്ങളാണിവ. ഉദാഹരണത്തിന് ഹൈഡ്രോപോണിക്സ് എന്നത് മണ്ണില്ലാതെ വെള്ളം ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്ന ആധുനിക കൃഷിരീതിയാണ്. ഇവ ഓരോന്നും പ്രത്യേക വിളകളുടെയോ ജീവികളുടെയോ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ മൂന്നാം മുൻകൂർ കണക്കുകൾ അനുസരിച്ച് അരി, ഗോതമ്പ്, ചോളം, മൊത്തം പരുക്കൻ ധാന്യങ്ങൾ, കടല, തുവര, അറഹർ, മൊത്തം പയർവർഗ്ഗങ്ങൾ, മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ, നിലക്കടല, റാപ്സീഡ്, കടുക്, സോയാബീൻ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? അരി തെലങ്കാന, ഗോതമ്പ് ഉത്തർപ്രദേശ്, ചോളം കർണാടക, മൊത്തം പരുക്കൻ ധാന്യങ്ങൾ രാജസ്ഥാൻ, കടല മധ്യപ്രദേശ്, തുവര അറഹർ കർണാടക, മൊത്തം പയർവർഗ്ഗങ്ങൾ മധ്യപ്രദേശ്, മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ ഉത്തർപ്രദേശ്, നിലക്കടല ഗുജറാത്ത്, റാപ്സീഡ് കടുക് രാജസ്ഥാൻ, സോയാബീൻ മധ്യപ്രദേശ്. കാർഷിക ഉൽപ്പാദനത്തിലെ സംസ്ഥാനങ്ങളുടെ മുൻനിര സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് കാലാവസ്ഥ, നയങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയെ ആശ്രയിച്ചിരിക്കും. സാമ്പത്തിക സർവേയിലെ കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിവരങ്ങളാണ്. ഇത്തരം വിവരങ്ങൾ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ധാരണ നൽകുന്നു. രാംമോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് ആരാണ്? മുഗൾ ചക്രവർത്തി അക്ബർ രണ്ടാമൻ. മുഗൾ ചക്രവർത്തിയായ അക്ബർ രണ്ടാമനാണ് രാംമോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത്. ഇത് രാംമോഹൻ റോയിയുടെ ബുദ്ധിയെയും സ്വാധീനത്തെയും അംഗീകരിക്കുന്ന ഒന്നായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് തന്റെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനായി ചക്രവർത്തിയുടെ അംബാസഡറായി രാംമോഹൻ റോയിയെ അയച്ചപ്പോഴാണ് ഈ പദവി നൽകിയത്. 1872 ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ പ്രമുഖ വ്യക്തിയായ റാം സിംഗ് ആരായിരുന്നു? ഭഗത് ജവഹർ മാലിന്റെ ശിഷ്യനായിരുന്ന റാം സിംഗ് 1872 ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടുകയും റങ്കൂണിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. കൂക പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ നേതാവായിരുന്നു റാം സിംഗ്. മതപരമായ പരിഷ്കരണങ്ങളോടൊപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1872 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു പ്രധാന കലാപത്തിന് അദ്ദേഹം നേതൃത്വം നൽകുകയും തുടർന്ന് റങ്കൂണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന സാഹിത്യകൃതികളും പ്രസിദ്ധീകരണങ്ങളും ഏതൊക്കെയാണ്? അദ്ദേഹം തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ, ഏകദൈവാരാധകർക്കുള്ള സമ്മാനം, ദി പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്നിവ രചിച്ചു. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ, ഇംഗ്ലീഷിലുള്ള ബ്രഹ്മണിക്കൽ മാഗസിൻ എന്നിവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. രാജാറാം മോഹൻ റോയ് തന്റെ സാമൂഹിക, മതപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി നിരവധി കൃതികൾ രചിക്കുകയും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ ഏകദൈവാരാധനയെക്കുറിച്ചുള്ള ഒരു പേർഷ്യൻ കൃതിയാണ്. സംവാദ് കൗമുദി ബംഗാളിയിലെ ഒരു പ്രധാന പത്രമായിരുന്നു. ഈ പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് അടിത്തറയിടുകയും നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജാറാം മോഹൻ റോയ്ക്ക് ലഭിച്ച ബഹുമതികൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, നവീകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ, ആധുനിക ഇന്ത്യയുടെ പിതാവ്, പുതിയ പ്രഭാതത്തിന്റെ നക്ഷത്രം എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നു.
ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ മുന്നോടി എന്നും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ സാമൂഹിക, മതപരമായ പരിഷ്കരണങ്ങൾക്ക് നൽകിയ വലിയ സംഭാവനകളെ മാനിച്ച് പല ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സതി നിർത്തലാക്കൽ, ഏകദൈവാരാധന പ്രചരിപ്പിക്കൽ, പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. ഈ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ ബഹുമുഖ വ്യക്തിത്വത്തെയും ദീർഘവീക്ഷണത്തെയും എടുത്തു കാണിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ റംബ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അല്ലൂരി സീതാരാമ രാജു. 1922 മുതൽ 1924 വരെ കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ ഗോത്രവർഗക്കാർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപമാണ് റംബ കലാപം. അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ കലാപം ഗറില്ല യുദ്ധമുറകളിലൂടെയാണ് ശ്രദ്ധേയമായത്. റാണി ലക്ഷ്മിബായി അവസാന യുദ്ധം ചെയ്തതും വീരമൃത്യു വരിച്ചതും എവിടെ, എപ്പോഴാണ്? അവർ ഗ്വാളിയോർ നഗരത്തിൽ വെച്ച് അവസാന യുദ്ധം ചെയ്യുകയും 1858 ജൂൺ 18 വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന നേതാവായിരുന്നു. ഗ്വാളിയോറിൽ വെച്ച് ജനറൽ ഹ്യൂഗ് റോസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന യുദ്ധത്തിലാണ് അവർ വീരമൃത്യു വരിച്ചത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ധീരമായ അധ്യായമാണ്. 1857 കലാപത്തെക്കുറിച്ച് എൽ.ആർ. റീസ് എന്ത് അഭിപ്രായമാണ് പുലർത്തിയത്? അദ്ദേഹം അതിനെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതഭ്രാന്തരായവരുടെ യുദ്ധം എന്ന് കണക്കാക്കി. എൽ.ആർ. റീസ് 1857 കലാപത്തെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതഭ്രാന്തരായവരുടെ യുദ്ധം എന്ന് വ്യാഖ്യാനിച്ചു. കലാപത്തിന് പിന്നിലെ പ്രധാന പ്രചോദനം മതപരമായ തീവ്രവാദമാണെന്നും ക്രിസ്ത്യൻ മതത്തെയും മിഷണറിമാരെയും ലക്ഷ്യം വെച്ചുള്ള ഒന്നായിരുന്നു ഇതെന്നും അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് പറയുന്നു. ഈ വീക്ഷണം കലാപത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക കാരണങ്ങളെ അവഗണിക്കുന്ന ഒന്നാണ്. 1688 ഗ്ലോറിയസ് വിപ്ലവത്തിന്റെ ഒരു പ്രധാന ഫലം എന്തായിരുന്നു? ബ്രിട്ടീഷ് രാജവാഴ്ചയ്ക്ക് മേൽ പാർലമെന്ററി മേൽക്കോയ്മ ഉറപ്പാക്കി. ബ്രിട്ടന്റെ ചരിത്രത്തിലെ നിർണായക സംഭവമായിരുന്നു 1688 ഗ്ലോറിയസ് വിപ്ലവം. രക്തരഹിതമായ ഈ വിപ്ലവം രാജാവിന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും പാർലമെന്റിന്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ബിൽ ഓഫ് റൈറ്റ്സ് 1689 പാർലമെന്റിന്റെ പരമാധികാരം നിയമപരമായി ഉറപ്പിച്ചു. അമേരിക്കൻ വിപ്ലവം പ്രധാനമായും അറിയപ്പെട്ടിരുന്നത് എന്തായിട്ടാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അമേരിക്കൻ സ്വാതന്ത്ര്യയുദ്ധം. അമേരിക്കൻ വിപ്ലവം 1775 മുതൽ 1783 വരെ പ്രധാനമായും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള യുദ്ധമായിരുന്നു. ഇത് 1776 യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു. ഇത് ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ രൂപീകരണത്തിന് ഒരു മാതൃകയായി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏകദേശ കാലയളവ് എത്രയായിരുന്നു? ഏകദേശം 1789 1799 ഇടയിൽ. ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 1799 വരെ നീണ്ടുനിന്നു. ഫ്രാൻസിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ഇത് കാരണമായി. രാജവാഴ്ചയുടെ അന്ത്യം, ഫ്രഞ്ച് സമൂഹത്തിൽ റിപ്പബ്ലിക്കൻ ആശയങ്ങളുടെ വളർച്ച എന്നിവ ഇതിന്റെ പ്രധാന ഫലങ്ങളിൽപ്പെടുന്നു. ഹെയ്തി വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അതൊരു അടിമത വിരുദ്ധവും കോളനി വിരുദ്ധവുമായ കലാപമായിരുന്നു. 1791 ആരംഭിച്ച ഹെയ്തി വിപ്ലവം അടിമത്തത്തിനെതിരായും ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിനെതിരായും നടന്ന ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കലാപങ്ങളിലൊന്നാണ്. കറുത്തവർഗക്കാർ സ്വാതന്ത്ര്യം നേടിയ ഏക വിപ്ലവമായി ഇത് അടയാളപ്പെടുത്തുന്നു. 1804 ഹെയ്തി ലോകത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കറുത്തവർഗ റിപ്പബ്ലിക്കായി മാറി. 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യത്തെ ഇല്ലാതാക്കുകയും സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുകയും ചെയ്തു. 1917 റഷ്യൻ വിപ്ലവത്തിൽ രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ടായിരുന്നു. ഫെബ്രുവരി വിപ്ലവം സാറിസ്റ്റ് സ്വേച്ഛാധിപത്യത്തെ അട്ടിമറിച്ചു. ഒക്ടോബർ വിപ്ലവം ബോൾഷെവിക്കുകളെ അധികാരത്തിലെത്തിച്ചു. ഈ വിപ്ലവങ്ങൾ ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടമായ സോവിയറ്റ് യൂണിയന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു. ഫുൾജൻസിയോ ബാറ്റിസ്റ്റയ്ക്കെതിരായ ക്യൂബൻ വിപ്ലവത്തിൽ സായുധകലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഫിഡൽ കാസ്ട്രോ.
ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവം 1953 മുതൽ 1959 വരെ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചു. ഇത് ക്യൂബയെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റി, ശീതയുദ്ധകാലത്ത് ലോക രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. 1956 ഹംഗേറിയൻ വിപ്ലവം പ്രധാനമായും ആർക്കെതിരെയായിരുന്നു? ഹംഗേറിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് സർക്കാരിനും സോവിയറ്റ് യൂണിയൻ അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും എതിരെയായിരുന്നു. 1956 ഹംഗേറിയൻ വിപ്ലവം സോവിയറ്റ് യൂണിയന്റെ ആധിപത്യത്തിനെതിരെയും ഹംഗേറിയൻ പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയും ജനങ്ങൾ നടത്തിയ ഒരു രാജ്യവ്യാപക പ്രക്ഷോഭമായിരുന്നു. സോവിയറ്റ് സൈന്യം ഈ വിപ്ലവത്തെ ക്രൂരമായി അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 1978 മുതൽ 79 വരെയിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ ഫലമായുണ്ടായ പ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് രാജവാഴ്ച സമ്പ്രദായം നിർത്തലാക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. 1978 മുതൽ 79 വരെയിലെ ഇറാനിയൻ വിപ്ലവം ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ രാജവാഴ്ചയെ അട്ടിമറിച്ച് ആയത്തുള്ള റുഹോള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു. ഈ വിപ്ലവം ഇറാനെ പടിഞ്ഞാറൻ സ്വാധീനത്തിൽ നിന്ന് അകറ്റുകയും ഒരു മതപരമായ ഭരണഘടന സ്ഥാപിക്കുകയും ചെയ്തു. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് 1918 റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പോളണ്ട്, യുക്രൈൻ, ബെലാറസ്. 1917 റഷ്യൻ വിപ്ലവവും തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധവും റഷ്യൻ സാമ്രാജ്യത്തിന്റെ ദുർബലതയ്ക്ക് കാരണമായി. ഇത് പോളണ്ട്, യുക്രൈൻ, ബെലാറസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്ക് 1918 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ അവസരം നൽകി. ഇത് കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചു. 1919 ഒപ്പുവച്ച ഏത് ഉടമ്പടിയാണ് ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും യൂറോപ്യൻ അതിർത്തികൾ പുനർനിർവചിക്കുകയും ചെയ്തത്? വേഴ്സായ ഉടമ്പടി. 1919 ജൂൺ 28 ഫ്രാൻസിലെ വേഴ്സായിൽ വെച്ച് ഒപ്പുവച്ച ഉടമ്പടിയാണ് വേഴ്സായ ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ച ഈ ഉടമ്പടി ജർമ്മനിക്ക് കടുത്ത വ്യവസ്ഥകൾ ചുമത്തുകയും യൂറോപ്പിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ലീഗ് ഓഫ് നേഷൻസ് എപ്പോൾ, എവിടെയാണ് സ്ഥാപിതമായത്? 1919 CE പാരീസ്. 1919 പാരീസിൽ വെച്ചാണ് ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത്. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ഭാവിയിൽ സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നു. ബുർക്കിന ഫാസോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1960 ഓഗസ്റ്റ് 5. ഫ്രഞ്ച് കോളനിയായിരുന്ന ബുർക്കിന ഫാസോ, മുമ്പ് അപ്പർ വോൾട്ട, 1960 ഓഗസ്റ്റ് 5 സ്വാതന്ത്ര്യം നേടി. മോറിസ് യാമേഗോ ആയിരുന്നു രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റ്. 1984 തോമസ് സങ്കാരയുടെ ഭരണകാലത്താണ് രാജ്യത്തിന്റെ പേര് ബുർക്കിന ഫാസോ എന്നാക്കി മാറ്റിയത്. നൈജർ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഓഗസ്റ്റ് 3. 1960 ഓഗസ്റ്റ് 3 ഫ്രാൻസിൽ നിന്ന് നൈജർ സ്വാതന്ത്ര്യം നേടി. ഇത് ആഫ്രിക്കയുടെ വർഷം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവമാണ്. നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഈ വർഷം സ്വാതന്ത്ര്യം ലഭിച്ചു. ഐവറി കോസ്റ്റ് എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഓഗസ്റ്റ് 7. 1960 ഓഗസ്റ്റ് 7 ഫ്രാൻസിൽ നിന്ന് ഐവറി കോസ്റ്റ് സ്വാതന്ത്ര്യം നേടി. ഫെലിക്സ് ഹൌഫോർട്ട് ബോയിഗ്നിയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം ഐവറി കോസ്റ്റിന്റെ ആദ്യ പ്രസിഡന്റായി. റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഓഗസ്റ്റ് 15. 1960 ഓഗസ്റ്റ് 15 ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സ്വാതന്ത്ര്യം നേടി. ഫ്രഞ്ച് മധ്യ ആഫ്രിക്കയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചു. ഗാബോൺ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഓഗസ്റ്റ് 17. 1960 ഓഗസ്റ്റ് 17 ഫ്രാൻസിൽ നിന്ന് ഗാബോൺ സ്വാതന്ത്ര്യം നേടി. ആഫ്രിക്കയുടെ വർഷം എന്നറിയപ്പെടുന്ന 1960 ഫ്രഞ്ച് ഇക്വറ്റോറിയൽ ആഫ്രിക്കയിലെ ഒരു പ്രധാന രാജ്യമായ ഗാബോൺ സ്വതന്ത്രമായി.
മാലി എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 സെപ്റ്റംബർ 22. 1960 സെപ്റ്റംബർ 22 മാലി ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. മാലി ഫെഡറേഷൻ തകർന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. സെനഗലും മാലിയും വേർപിരിയുകയും ഓരോ രാജ്യവും സ്വന്തമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. നൈജീരിയ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഒക്ടോബർ 1. 1960 ഒക്ടോബർ 1 ബ്രിട്ടനിൽ നിന്ന് നൈജീരിയ സ്വാതന്ത്ര്യം നേടി. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ നൈജീരിയയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് കൊളോണിയൽ സാമ്രാജ്യത്തിന്റെ സ്വാധീനം കുറയുന്നതിന്റെ സൂചനയായിരുന്നു. സൈപ്രസ് എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 ഒക്ടോബർ 1. 1960 ഒക്ടോബർ 1 ബ്രിട്ടനിൽ നിന്ന് സൈപ്രസ് സ്വാതന്ത്ര്യം നേടി. സൈപ്രസ് റിപ്പബ്ലിക് സ്ഥാപിതമായതോടെ ബ്രിട്ടീഷ് കോളനിവൽക്കരണം അവസാനിച്ചു. പക്ഷേ ഗ്രീക്ക്, ടർക്കിഷ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പിന്നീട് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ സങ്കീർണമാക്കി. മൗറിറ്റാനിയ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1960 നവംബർ 28. 1960 നവംബർ 28 ഫ്രാൻസിൽ നിന്ന് മൗറിറ്റാനിയ സ്വാതന്ത്ര്യം നേടി. പശ്ചിമ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 1960-ൽ യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടിയ അവസാനത്തെ ഫ്രഞ്ച് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നാണ്. സിയറ ലിയോൺ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1961 ഏപ്രിൽ 27. 1961 ഏപ്രിൽ 27 ബ്രിട്ടനിൽ നിന്ന് സിയറ ലിയോൺ സ്വാതന്ത്ര്യം നേടി. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോൺ ദീർഘകാലത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചിതമായി. ടാൻസാനിയ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1961 ഡിസംബർ 9. 1961 ഡിസംബർ 9 ബ്രിട്ടനിൽ നിന്ന് ടാൻസാനിയ, അന്നത്തെ ടാൻഗനിക, സ്വാതന്ത്ര്യം നേടി. പിന്നീട് 1964-ൽ ടാൻഗനികയും സാൻസിബാറും സംയോജിപ്പിച്ച് ടാൻസാനിയ എന്ന രാജ്യം രൂപീകരിച്ചു. സമോവയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ജൂൺ 1. സമോവ ഒരു പോളിനേഷ്യൻ ദ്വീപ് രാഷ്ട്രം 1962 ജൂൺ 1 ന്യൂസിലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇതോടെ ദക്ഷിണ പസഫിക്കിലെ ആദ്യത്തെ സ്വതന്ത്ര രാഷ്ട്രങ്ങളിലൊന്നായി ഇത് മാറി. അതിന്റെ ഔദ്യോഗിക നാമം സ്വതന്ത്ര സമോവ സംസ്ഥാനം എന്നാണ്. ബുറുണ്ടിക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ജൂലൈ 1. ബെൽജിയത്തിൽ നിന്ന് ബുറുണ്ടി 1962 ജൂലൈ 1 സ്വാതന്ത്ര്യം നേടി. കിഴക്കൻ ആഫ്രിക്കയിലെ ഈ രാജ്യം ഒരു കാലത്ത് ബെൽജിയൻ റുവാൻഡ ഉറുണ്ടി കോളനിയുടെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ബുറുണ്ടി ഒരു രാജഭരണത്തിൽ നിന്ന് ക്രമേണ ഒരു റിപ്പബ്ലിക്കായി മാറി. റുവാൻഡയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ജൂലൈ 1. ബുറുണ്ടിയോടൊപ്പം റുവാൻഡയും 1962 ജൂലൈ 1 ബെൽജിയൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് മുൻ ബെൽജിയൻ റുവാൻഡ ഉറുണ്ടി കോളനിയുടെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യം നേടിയ ശേഷം റുവാൻഡ ഒരു റിപ്പബ്ലിക്കായി മാറി. എന്നാൽ വംശീയ സംഘർഷങ്ങൾ രാജ്യത്തിന്റെ ആദ്യകാലങ്ങളെയും പിന്നീട് ചരിത്രത്തെയും കാര്യമായി ബാധിച്ചു. അൾജീരിയക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ജൂലൈ 5. അൾജീരിയ 1962 ജൂലൈ 5 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് അൾജീരിയൻ യുദ്ധത്തിന്റെ 1954 മുതൽ 1962 വരെ വിജയകരമായ പരിസമാപ്തിയായിരുന്നു. ഈ യുദ്ധം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനിവൽക്കരണ വിരുദ്ധ പ്രസ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ജമൈക്കയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ഓഗസ്റ്റ് 6. ജമൈക്ക 1962 ഓഗസ്റ്റ് 6 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. വെസ്റ്റ് ഇൻഡീസ് ഫെഡറേഷന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ഭാഗമായി ജമൈക്ക ഒരു പാർലമെന്ററി ജനാധിപത്യം നിലനിർത്തുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ഓഗസ്റ്റ് 31. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ 1962 ഓഗസ്റ്റ് 31 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. വെസ്റ്റ് ഇൻഡീസ് ഫെഡറേഷന്റെ അംഗരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
സ്വാതന്ത്ര്യാനന്തരം കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമായി തുടരുന്ന ഈ ദ്വീപ് രാഷ്ട്രം പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്നു. ഉഗാണ്ടയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1962 ഒക്ടോബർ 9. ഉഗാണ്ട 1962 ഒക്ടോബർ 9 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഈ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമായി തുടരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഉഗാണ്ടയുടെ ചരിത്രം രാഷ്ട്രീയ അസ്ഥിരതകളാലും സൈനിക ഭരണകൂടങ്ങളാലും അടയാളപ്പെടുത്തപ്പെട്ടു. മലേഷ്യൻ ഫെഡറേഷൻ എപ്പോഴാണ് രൂപീകരിച്ചത്? 1963 സെപ്റ്റംബർ 16. മലേഷ്യൻ ഫെഡറേഷൻ 1963 സെപ്റ്റംബർ 16 രൂപീകരിക്കപ്പെട്ടു. ഇത് മലയൻ ഫെഡറേഷൻ, സിംഗപ്പൂർ, വടക്കൻ ബോർണിയോ, സബാഹ്, സരവാക്ക് എന്നിവ ചേർന്നാണ് രൂപം കൊണ്ടത്. പിന്നീട് 1965 സിംഗപ്പൂർ ഫെഡറേഷനിൽ നിന്ന് പിരിഞ്ഞു. കെനിയക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1963 ഡിസംബർ 12. കെനിയ 1963 ഡിസംബർ 12 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യാനന്തരം കെനിയ ഒരു റിപ്പബ്ലിക്കായി മാറി. ജോമോ കെനിയാറ്റ അതിന്റെ ആദ്യ പ്രസിഡന്റായി. കിഴക്കൻ ആഫ്രിക്കയിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നാണ് കെനിയ. മലാവിക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1964 ജൂലൈ 6. മലാവി 1964 ജൂലൈ 6 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് മുൻ നിയസാലാൻഡ് പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു. ഡോക്ടർ ഹേസ്റ്റിംഗ്സ് ബാൻഡെയാണ് രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമായത്. മാൾട്ടയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1964 സെപ്റ്റംബർ 21. 1964 സെപ്റ്റംബർ 21 മാൾട്ടയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ ദിവസം മാൾട്ടയുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം മാൾട്ടയുടെ രാഷ്ട്രീയ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. സാംബിയയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1964 ഒക്ടോബർ 24. 1964 ഒക്ടോബർ 24 സാംബിയയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതിനു മുൻപ് നോർത്തേൺ റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന സാംബിയ, കെനത്ത് കൗണ്ടിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യം നേടിയത്. ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ഇത്. ഗാംബിയയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1965 ഫെബ്രുവരി 18. 1965 ഫെബ്രുവരി 18 ഗാംബിയ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ഗാംബിയ, ഡേവിഡ് കൈർണസ് ഡോറോ ജോഫിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയത്. മാലിദ്വീപിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1965 ജൂലൈ 26. 1965 ജൂലൈ 26 മാലിദ്വീപിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ ദിവസം മാലിദ്വീപിന്റെ ദേശീയ ദിനമായി ആഘോഷിക്കുന്നു. 1887 മുതൽ ബ്രിട്ടീഷ് സംരക്ഷക രാജ്യമായിരുന്നു മാലിദ്വീപ്. സിംഗപ്പൂർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത് എപ്പോഴാണ്? 1965 ഓഗസ്റ്റ് 9. 1965 ഓഗസ്റ്റ് 9 സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത്. ലീ കുവാൻ യുവിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂർ ഒരു ചെറിയ ദ്വീപിൽ നിന്ന് ആഗോള സാമ്പത്തിക ശക്തിയായി വളർന്നു. ഈ ദിനം സിംഗപ്പൂരിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. റൊഡേഷ്യ ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1965 നവംബർ 11. 1965 നവംബർ 11 ബ്രിട്ടൻ അംഗീകരിക്കാതെ റൊഡേഷ്യ, ഇന്നത്തെ സിംബാബ്വെ, ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇയാൻ സ്മിത്തിന്റെ നേതൃത്വത്തിലുള്ള വെള്ളക്കാരുടെ ന്യൂനപക്ഷ സർക്കാർ ആയിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്കും ഉപരോധങ്ങൾക്കും വഴിവെച്ചു. ഗയാനയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1966 മെയ് 26. 1966 മെയ് 26 ഗയാനയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. മുൻ ബ്രിട്ടീഷ് ഗയാന എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം കോമൺവെൽത്തിലെ അംഗമാണ്. ഫോർബ്സ് ബർണാമായിരുന്നു ഗയാനയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി.
1920-ൽ ഹിതപരിശോധനയിലൂടെ ഏത് രാജ്യമാണ് അതിന്റെ രാജവാഴ്ച പുനഃസ്ഥാപിച്ചത്? ഗ്രീസ്. 1920-ൽ നടന്ന ഹിതപരിശോധനയിലൂടെ ഗ്രീസ് തങ്ങളുടെ രാജവാഴ്ച പുനഃസ്ഥാപിച്ചു. ഇതിലൂടെ കോൺസ്റ്റന്റൈൻ ഒന്നാമൻ രാജാവ് വീണ്ടും അധികാരത്തിലെത്തി. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ഗ്രീക്ക് രാഷ്ട്രീയത്തിൽ ഒരു അസ്ഥിരമായ കാലഘട്ടമായിരുന്നു ഇത്. ബോട്സ്വാനയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1966 സെപ്റ്റംബർ 30. 1966 സെപ്റ്റംബർ 30-നാണ് ബോട്സ്വാന ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായ ബെച്ചുനാലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഈ ദിവസം ബോട്സ്വാനയുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു. സർ സെററ്റ്സെ കാമ ആയിരുന്നു ബോട്സ്വാനയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ലെസോത്തോയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1966 ഒക്ടോബർ 4. 1966 ഒക്ടോബർ 4-നാണ് ലെസോത്തോയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. മുൻ ബെസുട്ടോലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ലെസോത്തോ ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ ദിവസം ലെസോത്തോയുടെ ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ബാർബഡോസിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1966 നവംബർ 30. 1966 നവംബർ 30-നാണ് ബാർബഡോസിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ ദിവസം ബാർബഡോസിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. 2021 നവംബർ 30-ന് ബാർബഡോസ് ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കായി മാറി. എപ്പോഴാണ് അംഗുല സെയിന്റ് ക്രിസ്റ്റഫർ നെവിസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1967 മെയ് 30. അംഗുല സെയിന്റ് ക്രിസ്റ്റഫർ നെവിസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1967 മെയ് 30-നാണ്. ഈ പ്രഖ്യാപനം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഒരു പ്രത്യേക പ്രദേശം എന്ന നിലയിൽ അംഗുലയുടെ പദവിയിലേക്ക് നയിച്ചു. കരീബിയൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. എപ്പോഴാണ് ദക്ഷിണയമൻ സ്വാതന്ത്ര്യം നേടിയത്? 1967 നവംബർ 30. ദക്ഷിണയമൻ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1967 നവംബർ 30-നാണ്. പിന്നീട് 1990-ൽ ദക്ഷിണയമൻ വടക്കൻ യമനുമായി ലയിച്ച് യമൻ റിപ്പബ്ലിക് രൂപീകരിച്ചു. അറബ് ലോകത്തെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തമാണിത്. എപ്പോഴാണ് നൗറു സ്വാതന്ത്ര്യം നേടിയത്? 1968 ജനുവരി 31. നൗറു ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുടെ ട്രസ്റ്റ് ടെറിട്ടറി പദവിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1968 ജനുവരി 31-നാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളിൽ ഒന്നാണ്. പസഫിക് ദ്വീപുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു പ്രധാന തീയതിയാണിത്. എപ്പോഴാണ് മൗറീഷ്യസ് സ്വാതന്ത്ര്യം നേടിയത്? 1968 മാർച്ച് 12. മൗറീഷ്യസ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1968 മാർച്ച് 12-നാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഒരു പ്രധാന അംഗമായ മൗറീഷ്യസ് പിന്നീട് 1992-ൽ ഒരു റിപ്പബ്ലിക്കായി മാറി. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ശ്രദ്ധേയമായ ഒരു തീയതിയാണിത്. എപ്പോഴാണ് സ്വാസിലാൻഡ് സ്വാതന്ത്ര്യം നേടിയത്? 1968 സെപ്റ്റംബർ 6. സ്വാസിലാൻഡ്, ഇപ്പോഴത്തെ ഇസ്വാരിനി, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1968 സെപ്റ്റംബർ 6-നാണ്. ഈ രാജ്യം ഇപ്പോഴും ഒരു സമ്പൂർണ്ണ രാജവാഴ്ചയാണ്. ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തീയതിക്ക് പ്രാധാന്യമുണ്ട്. എപ്പോഴാണ് ഇക്വറ്റോറിയൽ ഗിനി സ്വാതന്ത്ര്യം നേടിയത്? 1968 ഒക്ടോബർ 12. ഇക്വറ്റോറിയൽ ഗിനി സ്പാനിഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1968 ഒക്ടോബർ 12-നാണ്. ആഫ്രിക്കയിലെ സ്പാനിഷ് സംസാരിക്കുന്ന ഒരേയൊരു പരമാധികാര രാജ്യമാണിത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ യൂറോപ്യൻ കോളനിവൽക്കരണത്തിൽ നിന്നുള്ള വിമോചന ചരിത്രത്തിലെ ഒരു പ്രധാന തീയതിയാണിത്. എപ്പോഴാണ് ടോങ്ക സ്വാതന്ത്ര്യം നേടിയത്? 1970 ജൂൺ 4. ടോങ്ക ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് പദവിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1970 ജൂൺ 4-നാണ്. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ ടോങ്ക കോമൺവെൽത്തിലെ അംഗമാണ്. പസഫിക് ദ്വീപുകളിലെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന ചരിത്രത്തിലെ ഒരു പ്രധാന തീയതിയാണിത്. എപ്പോഴാണ് ഫിജി സ്വാതന്ത്ര്യം നേടിയത്?
1970 ഒക്ടോബർ 10. ഫിജി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1970 ഒക്ടോബർ 10-നാണ്. പസഫിക് മേഖലയിലെ ഒരു പ്രധാന ദ്വീപ് രാഷ്ട്രമാണിത്. പസഫിക് ദ്വീപുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികളിൽ ഒന്നാണിത്. എപ്പോഴാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1971 മാർച്ച് 26. ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1971 മാർച്ച് 26-നാണ്. ഈ പ്രഖ്യാപനം ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് വഴിയൊരുക്കി. ഒടുവിൽ 1971 ഡിസംബർ 16-ന് രാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. ദക്ഷിണേഷ്യൻ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാണിത്. എപ്പോഴാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപീകൃതമായത്? 1971 ഡിസംബർ 2. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE രൂപീകൃതമായത് 1971 ഡിസംബർ 2-നാണ്. 7 എമിറേറ്റുകൾ ചേർന്ന് രൂപീകരിച്ച ഈ ഫെഡറേഷൻ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമാണ് നിലവിൽ വന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും സമ്പദ്വ്യവസ്ഥയിലും UAEക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബഹ്റൈൻ ഒരു പരമാധികാര രാജ്യമായി UN-ൽ ചേർന്നത് എപ്പോഴാണ്? 1971 ഡിസംബർ 16. 1971 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബഹ്റൈൻ പിന്നീട് 1971 ഡിസംബർ 16-ന് ഔദ്യോഗികമായി ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിലെ ഒരു പ്രധാന ദ്വീപരാഷ്ട്രമാണ് ബഹ്റൈൻ. ബഹാമാസ് എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1973 ജൂലൈ 10. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാജ്യമായ ബഹാമാസ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1973 ജൂലൈ 10-ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. ഇതോടെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ അംഗമായ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ബഹാമാസ് മാറി. ഗിനി ബിസാവു എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1973 സെപ്റ്റംബർ 24. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബിസാവു 1973 സെപ്റ്റംബർ 24-ന് പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും 1974 വരെ പോർച്ചുഗൽ ഈ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. ഗ്രനഡ എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1974 ഫെബ്രുവരി 7. കരീബിയൻ കടലിലെ മറ്റൊരു ദ്വീപ് രാജ്യമായ ഗ്രനഡ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1974 ഫെബ്രുവരി 7-ന് സ്വാതന്ത്ര്യം നേടി. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമായി നിലകൊള്ളുന്ന ഈ രാജ്യം ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. മൊസാംബിക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 ജൂൺ 25. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്ക് 1975 ജൂൺ 25-ന് പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നീണ്ടകാലത്തെ കോളനി വാഴ്ചയ്ക്ക് ശേഷമാണ് മൊസാംബിക്ക് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറിയത്. കേപ്പ് വെർഡെ എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 ജൂലൈ 5. പശ്ചിമ ആഫ്രിക്കൻ തീരത്തുള്ള ദ്വീപ് രാജ്യമായ കേപ്പ് വെർഡെ 1975 ജൂലൈ 5-ന് പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ആഫ്രിക്കൻ പോർച്ചുഗീസ് കോളനികളുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലെ പ്രധാന വിജയങ്ങളിലൊന്നാണിത്. കൊമോറോസ് എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 ജൂലൈ 6. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമായ കൊമോറോസ് 1975 ജൂലൈ 6-ന് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫ്രാൻസുമായുള്ള ബന്ധത്തിൽ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. സാവോ ടോമാൻഡ് പ്രിൻസിപ്പെ എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 ജൂലൈ 12. ഗിനിയ ഉൾക്കടലിലുള്ള ഈ ദ്വീപ് രാജ്യം 1975 ജൂലൈ 12-ന് പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. പോർച്ചുഗീസ് ആഫ്രിക്കൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സാവോ ടോമാൻഡ് പ്രിൻസിപ്പെ അവരുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. പാപുവ ന്യൂഗിനി എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 സെപ്റ്റംബർ 16. ഓഷ്യാനിയയിലെ ഒരു പ്രധാന രാജ്യമായ പാപുവ ന്യൂഗിനി 1975 സെപ്റ്റംബർ 16-ന് ഓസ്ട്രേലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ ട്രസ്റ്റ് ടെറിട്ടറിയായിരുന്ന ഈ രാജ്യം ഒരു സ്വതന്ത്ര കോമൺവെൽത്ത് രാജ്യമായി മാറി.
അംഗോള എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? 1975 നവംബർ 11. തെക്കുപടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ അംഗോള 1975 നവംബർ 11 പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നീണ്ടകാലത്തെ കോളനി വാഴ്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യത്തിനു പിന്നാലെ ആഭ്യന്തരയുദ്ധത്തിലേക്ക് നീങ്ങിയ രാജ്യങ്ങളിലൊന്നാണിത്. സുരിനാം എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1975 നവംബർ 25. തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാം 1975 നവംബർ 25 നെതർലൻഡ്സിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. ഡച്ച് ഗയാന എന്ന പേരിലും ഈ രാജ്യം അറിയപ്പെട്ടിരുന്നു. സഹ്റാവി അറബ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1976 ഫെബ്രുവരി 27. സഹ്റാവി അറബ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സദർ 1976 ഫെബ്രുവരി 27 സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. പടിഞ്ഞാറൻ സഹാറയിലെ ഈ ഭരണകൂടത്തിന്മേൽ മൊറോക്കോ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സീഷെൽസ് എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1976 ജൂൺ 29. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ സീഷെൽസ് 1976 ജൂൺ 29 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ അംഗമാണ് സീഷെൽസ്. ജിബൂട്ടി എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1977 ജൂൺ 27. ആഫ്രിക്കയുടെ കൊമ്പിലെ ഹോൺ ഓഫ് ആഫ്രിക്ക ഒരു തന്ത്രപ്രധാന രാജ്യമാണ് ജിബൂട്ടി. 1977 ജൂൺ 27 ഫ്രാൻസിൽ നിന്നാണ് ജിബൂട്ടി സ്വാതന്ത്ര്യം നേടിയത്. സോളമൻ ദ്വീപുകൾ എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1978 ജൂലൈ 7. പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ സോളമൻ ദ്വീപുകൾ 1978 ജൂലൈ 7 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. മെലനേഷ്യൻ പ്രദേശത്താണ് ഈ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എപ്പോഴാണ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 1920 CE ഹേഗ്, നെതർലാൻഡ്സ്. ലീഗ് ഓഫ് നേഷൻസിന്റെ കീഴിൽ 1920 ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന സമാധാനത്തിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് സ്ഥിരം അന്താരാഷ്ട്ര നീതിന്യായ കോടതി പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ് PCIJ സ്ഥാപിതമായത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ഒരു ജുഡീഷ്യൽ അവയവമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ. ഇത് PCIJയുടെ പിൻഗാമിയായി 1946 സ്ഥാപിതമായി. അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ ഫ്യൂറർ ആയത് എപ്പോഴാണ്? 1921 CE. 1921 അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ചെയർമാനായി. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ സമ്പൂർണ്ണ നേതാവായി. ഫൂറർ ഈ പദവി അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ വലിയ അധികാരം നൽകുകയും ജർമ്മൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏത് അസംബ്ലിയാണ് ഓട്ടോമൻ സുൽത്താനേറ്റ് നിർത്തലാക്കിയത്? ഏതു വർഷം? ടർക്കിഷ് ഗ്രാൻഡ് നാഷണൽ അസംബ്ലി 1922 CE. 1922 നവംബർ 1 ടർക്കിഷ് ഗ്രാൻഡ് നാഷണൽ അസംബ്ലി ഓട്ടോമൻ സുൽത്താനേറ്റ് നിർത്തലാക്കി. ഇത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ 600 വർഷത്തിലേറെ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പരാജയവും മുസ്തഫ കെമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിലുള്ള ദേശീയവാദ പ്രസ്ഥാനവുമാണ് ഇതിലേക്ക് നയിച്ചത്. ടൈം മാഗസിൻ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ്? 1923 CE. ടൈം മാഗസിൻ 1923 മാർച്ച് 3 അമേരിക്കയിൽ ലൂസ്, ഹേഡൻ എന്നിവർ ചേർന്ന് സ്ഥാപിച്ചു. ലോകത്തിലെ ആദ്യത്തെ പ്രതിവാര വാർത്താ മാഗസിനായിരുന്നു ഇത്. രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രധാന സംഭവങ്ങൾക്കും വ്യക്തികൾക്കും പ്രാധാന്യം നൽകി ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസിദ്ധീകരണമായി ഇത് മാറി. 1923 പുതുതായി സ്ഥാപിക്കപ്പെട്ട റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കൂടാതെ എന്ത് പ്രധാനപ്പെട്ട തലസ്ഥാന മാറ്റമാണ് അന്ന് സംഭവിച്ചത്? കെമാൽ അതാതുർക്ക് തലസ്ഥാനം ഇസ്താംബൂളിൽ നിന്ന് അങ്കാറയിലേക്ക് മാറ്റി. 1923 ഒക്ടോബർ 29 തുർക്കി റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കപ്പെട്ടു. മുസ്തഫ കെമാൽ അതാതുർക്ക് അതിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ പഴയ ഓട്ടോമൻ തലസ്ഥാനമായ ഇസ്താംബൂളിൽ നിന്ന് അങ്കാറയിലേക്ക് രാജ്യത്തിന്റെ തലസ്ഥാനം മാറ്റുകയും ചെയ്തു.
ഇത് ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. വ്ളാഡിമിർ ലെനിൻ അന്തരിച്ച വർഷം ഏതാണ്? ഇത് ജോസഫ് സ്റ്റാലിന്റെ ഉദയത്തിന് വഴിയൊരുക്കി. 1924 CE. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവും സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ തലവനുമായിരുന്ന വ്ളാഡിമിർ ലെനിൻ 1924 ജനുവരി 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയന്റെ അധികാരം ഉറപ്പിക്കുകയും രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നുവരികയും ചെയ്തു. ഇത് റഷ്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. ഖിലാഫത്ത് നിർത്തലാക്കിയത് ആരാണ്? ഏതു വർഷം? കെമാൽ അതാതുർക്ക് 1924 CE. 1924 മാർച്ച് 3 തുർക്കിയിലെ കെമാൽ അതാതുർക്ക് ഖിലാഫത്ത് നിർത്തലാക്കി. ഇത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം തുർക്കിയിൽ നടന്ന പ്രധാനപ്പെട്ട മതനിരപേക്ഷ പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു. ഈ നടപടി ഇസ്ലാമിക ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ആധുനിക തുർക്കിയുടെ മതനിരപേക്ഷ സ്വഭാവം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? അതിന്റെ ആദ്യത്തെ പ്രമുഖ ഡയറക്ടർ ആരായിരുന്നു? 1924 CE. ജെ. എഡ്ഗർ ഹൂവർ. US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI 1924 ഔദ്യോഗികമായി സ്ഥാപിതമായി. ഇതിനു മുൻപ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ BOI എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനത്തിന്റെ പുനഃസംഘടനയിലൂടെയാണ് ഇത് നിലവിൽ വന്നത്. ജെ. എഡ്ഗർ ഹൂവർ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ പ്രമുഖ ഡയറക്ടർ. അദ്ദേഹം 1972 വരെ FBI നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വം ഏജൻസിയുടെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ബെനിറ്റോ മുസ്സോളിനി ഇറ്റലിയിൽ ഏതു വർഷമാണ് സ്വേച്ഛാധിപത്യപരമായ അധികാരങ്ങൾ നേടുകയും ഡ്യൂച്ചെ എന്ന പദവി സ്വീകരിക്കുകയും ചെയ്തത്? 1925 CE. 1925 ബെനിറ്റോ മുസ്സോളിനി ഇറ്റലിയിൽ തന്റെ സ്വേച്ഛാധിപത്യപരമായ അധികാരങ്ങൾ ഉറപ്പിക്കുകയും ഡ്യൂഷെ എന്ന പദവി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാഷ്ട്രീയ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയും ഇറ്റലിയെ ഒരു സർവാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്തു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് എപ്പോഴാണ്? 1929 CE. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ സമ്മേളനം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി മാർച്ച് നടന്നത് എപ്പോഴാണ്? 1930 CE. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ഏപ്രിൽ 6 ദണ്ഡിയിൽ അവസാനിച്ച ചരിത്രപ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹമാണ് ദണ്ഡി മാർച്ച്. ബ്രിട്ടീഷ് ഉപ്പ് നിയമത്തിനെതിരെയുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഈ സമരം. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1930 CE. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 1930 നവംബർ മുതൽ 1931 ജനുവരി വരെ ലണ്ടനിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ഒന്നാം വട്ടമേശ സമ്മേളനം. ബ്രിട്ടീഷ് സർക്കാർ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ, ചില ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1931 CE. 1931 മാർച്ച് 5 മഹാത്മാഗാന്ധിയും വൈസ്രോയി ലോർഡ് ഇർവിനും തമ്മിൽ ഒപ്പുവെച്ച രാഷ്ട്രീയ ഉടമ്പടിയാണ് ഗാന്ധി-ഇർവിൻ ഉടമ്പടി. ഇതിലൂടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തലാക്കുകയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ രക്തസാക്ഷിത്വം വരിച്ചത് എപ്പോഴാണ്? 1931 CE. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് JP സാണ്ടേഴ്സിനെ വധിച്ച കേസിലാണ് അവർക്ക് വധശിക്ഷ ലഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1931 CE.
1931 സെപ്റ്റംബർ 7 മുതൽ ഡിസംബർ 1 വരെ ലണ്ടനിൽ വെച്ച് നടന്ന സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നിരുന്നാലും ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഭാവി സംബന്ധിച്ച് കാര്യമായ പുരോഗതി നേടാൻ കഴിഞ്ഞില്ല. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് 1932 CE. പൂന ഉടമ്പടി 1932 സെപ്റ്റംബർ 24 മഹാത്മാഗാന്ധിയും BR അംബേദ്കറും തമ്മിൽ യെർവാദ സെൻട്രൽ ജയിലിൽ വെച്ച് ഒപ്പുവെച്ചു. ദളിതർക്ക് പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ എന്ന കമ്മ്യൂണൽ അവാർഡിനെ എതിർത്ത് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരത്തിന്റെ ഫലമായാണ് ഇത് ഉണ്ടായത്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റുകൾ നൽകാമെന്ന് ഉടമ്പടി വ്യവസ്ഥ ചെയ്തു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് 1932 CE. 1932 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ദളിതർക്കും പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ അനുവദിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് രാജ്യത്ത് ഭിന്നത വർദ്ധിപ്പിക്കുമെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ആശങ്കപ്പെട്ടു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് 1932 CE. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. ഈ സമ്മേളനത്തിലെ ചർച്ചകളാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് വഴിയൊരുക്കിയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയത് എന്ന് 1935 CE. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു ഭാഗം ഈ നിയമത്തിൽ നിന്ന് കടമെടുത്തതാണ്. പ്രവിശ്യകളിൽ സ്വയംഭരണവും കേന്ദ്രത്തിൽ ദ്വിഭരണവും ഡ്യാച്ചി ഈ നിയമം വിഭാവനം ചെയ്തു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ പ്രവിശ്യ തിരഞ്ഞെടുപ്പുകൾ നടന്നത് എന്ന് 1937 CE. 1937 ഫെബ്രുവരിയിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ പ്രവിശ്യ തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മികച്ച വിജയം നേടുകയും 8 പ്രവിശ്യകളിൽ മന്ത്രിസഭകൾ രൂപീകരിക്കുകയും ചെയ്തു. പ്രാദേശിക സ്വയംഭരണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. സുഭാഷ് ചന്ദ്രബോസ് അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് എന്ന് 1939 CE. സുഭാഷ് ചന്ദ്രബോസ് 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനു ശേഷം അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. ഇത് കോൺഗ്രസിനുള്ളിലെ ഒരു ഇടതുപക്ഷ വിഭാഗമായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള തീവ്രമായ പോരാട്ടമായിരുന്നു ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രധാന ലക്ഷ്യം. ലാഹോർ പ്രമേയം പാസാക്കിയത് എന്ന് 1940 CE. മുസ്ലിം ലീഗിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് 1940 മാർച്ച് 23 ലാഹോർ പ്രമേയം പാസാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യങ്ങൾ വേണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ രൂപീകരണത്തിലേക്കുള്ള ആദ്യത്തെ ഔദ്യോഗിക ചുവടുവെപ്പായി ഇത് കണക്കാക്കപ്പെടുന്നു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്ന് 1940 CE. 1940 ഓഗസ്റ്റ് 8 വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ ഒരു ഡൊമിനിയൻ പദവിയിലേക്ക് ഉയർത്തുന്നതിനും ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നതിനും ഇത് വാഗ്ദാനം ചെയ്തു. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം തള്ളിക്കളഞ്ഞു. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്ന് 1942 CE. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ 1942 മാർച്ചിൽ സർ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്തെങ്കിലും തൽക്ഷണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട കോൺഗ്രസ് ഈ നിർദ്ദേശം തള്ളി. പനാമയുടെ കറൻസി എന്താണ്? പനാമനിയൻ ബാൽബോവ. പനാമനിയൻ ബാൽബോവയാണ് പനാമയുടെ ഔദ്യോഗിക കറൻസി. ഇത് $ഡോളറുമായി അനുപാതം 1:1 അനുപാതത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ $ഡോളർ നോട്ടുകൾ രാജ്യത്ത് സാധുവായ നിയമപരമായ പണമായി പ്രചാരത്തിലുണ്ട്.
പാപുവ ന്യൂഗിനിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? പോർട്ട് മോറസ്ബി. പാപുവ ന്യൂഗിനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പോർട്ട് മോറസ്ബി. രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു പ്രധാന തുറമുഖവും സാമ്പത്തിക കേന്ദ്രവുമാണ്. പാപുവ ന്യൂഗിനിയയുടെ കറൻസി എന്താണ്? പാപുവ ന്യൂഗിനിയൻ കിന. പാപുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക കറൻസിയാണ് പാപുവ ന്യൂഗിനിയൻ കിന PGK. 1975-ൽ ഓസ്ട്രേലിയൻ ഡോളറിന് പകരമായി ഇത് അവതരിപ്പിക്കപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്വയംഭരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചു. പരാഗ്വേയുടെ തലസ്ഥാന നഗരം ഏതാണ്? അസൻസിയോൺ. പരാഗ്വേയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അസൻസിയോൺ. ഈ നഗരം രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി വർത്തിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പരാഗ്വേയുടെ കറൻസി എന്താണ്? പരാഗ്വേയൻ ഗ്വാറാനി. പരാഗ്വേയുടെ ഔദ്യോഗിക കറൻസിയാണ് പരാഗ്വേയൻ ഗ്വാറാനി PYG. 1943-ൽ പെസോ ഫിയർടെയ്ക്ക് പകരമായി ഇത് അവതരിപ്പിച്ചു. ഇത് പരാഗ്വേയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ പ്രതീകമായി വർത്തിക്കുന്നു. പെറുവിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ലിമ. പെറുവിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലിമ. പെറുവിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗത്ത് പസഫിക് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്.